ഇനി ഇങ്ങനെ യാത്ര പോകുന്ന വെച്ചാൽ ചിലപ്പോൾ ഞാൻ പറയും ഇല്ലയെന്ന്. വഴിയറിയാണ്ട് എവിടെ ചെന്നെത്തുന്നറിയാണ്ട്, അതും ഒരു കൊടുങ്കാട്ടിലൂടെ. കാടിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയ വഴി കണ്ടത്. ആ വഴിയിലൂടെ നടന്നപ്പോൾ ചുറ്റിനും വലിയ മരങ്ങളും കിളികളുടെ ശബ്ദവും ദൂരെ ഇരുണ്ട കാടും കാണായിരുന്നു. കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും തോറും ചീവീടിൻ്റെ ശബ്ദം ഇങ്ങനെ കൂടിക്കൂടി വരും. ഞങ്ങൾ ആ വഴി കൂടെ മുമ്പോട്ടേക്ക് പോയി. അതിമനോഹരമായൊരു അരുവിയുടെ തീരത്താണ് ഞങ്ങൾ ചെന്നെത്തിയത്. അതിൻ്റെ സൈഡിൽ ആനപ്പിണ്ടൊക്കെ കിടക്കണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത്രയും നേരം ഞങ്ങൾ നടന്നത് ആനത്താരി കൂടെയാണെന്ന്. കാട്ടിൽ ആനകൾ സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ് ഈ ആനത്താരി. അരുവിയുടെ തീരത്ത് ആനപ്പിണ്ട കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്കറിയാമായിരുന്നു ആനകൾ ഈ പരിസരത്ത് ഇവിടെ ഉണ്ടെന്ന്. ഇനി കാട്ടിലൂടെ നടന്ന വഴി തെറ്റുമെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയാമായിരുന്നു. കാരണം ഞങ്ങൾ ഉൾക്കാട്ടിലെത്തിയിരുന്നു. തിരിച്ചു പോയാലൊന്ന് മനസ്സിലിങ്ങനെ പലവട്ടം ആലോചിച്ചു. പക്ഷേ ഇനി മുമ്പോട്ട് പോയാൽ എന്തായിരിക്കുമെന്നൊരു ആകാംക്ഷയായിരുന്നു എപ്പോഴും മനസ്സിൽ. പിന്നീട് മുമ്പോട്ടേക്കുള്ള ഞങ്ങളുടെ വഴി ഈ അരുവിയിലൂടെ ആയിരുന്നു. ചില യാത്രകളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ, വഴിയറിയാതെ ചില മനോഹരമായ സ്ഥലത്ത് എത്തിപ്പെടും. ഇത് അങ്ങനൊരു യാത്രയാണ്. കാടിൻ്റെ നടുവിൽ ഞങ്ങൾ കണ്ടത് അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. ഈ ഇരുണ്ട കാടിന് നടുവിൽ ശരിക്കും തെളിഞ്ഞു നിൽക്കുകയായിരുന്നു ഈ വെള്ളച്ചാട്ടം. പടിപടിയായി പാറയിൽ കൂടി പതിഞ്ഞൊഴുകുന്ന ഈ വെള്ളച്ചാട്ടം കണ്ടു നിൽക്കാൻ വളരെ ഭംഗിയായിരുന്നു. ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം മൊത്തം വള്ളിച്ചെടികളും കാടുമായിരുന്നു. പിന്നെ അവിടെ ഒരു വലിയ പാമ്പിൻ്റെ പടവും ഞങ്ങൾ കണ്ടു. ചില യാത്രകൾക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ബാഗിൽ പെയിൻറ്റും ബ്രഷൊക്കെ കൊണ്ടുപോകും. ചിലപ്പോൾ അവിടെ ഇരുന്ന് ആ പ്രകൃതി ആസ്വദിച്ച് ചില പടങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് ആ സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. ഈ കാട്ടിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ വെള്ളച്ചാട്ടം വരയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കയ്യിലുള്ള കുറച്ച് നിറങ്ങൾ വെച്ചിട്ട് ഈ പലകയിലൊരു ചെറിയ വെള്ളച്ചാട്ടം വരയ്ക്കാൻ ഞാൻ തുടങ്ങി.
ഇതേ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം വരച്ചു തീർന്നു. ഈ കാടിനോടും ഈ വെള്ളച്ചാട്ടത്തിനോടും യാത്ര പറയാൻ സമയമായി. ഇനി ഇങ്ങനെ ഒരു യാത്ര വരുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. ശരിക്കും ഈ യാത്രേനെ മനോഹരമാക്കിയത് ഉള്ളിലുള്ള ചെറിയൊരു ഭയവും അടുത്തത് എന്താണെന്ന് അറിയാത്ത ആ ആകാംക്ഷയാണ്. ഇരുട്ടാവുന്നതിനൊക്കെ മുമ്പ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാണ് ഇവിടുന്ന്. ഇരുട്ടായി കഴിഞ്ഞാൽ വഴി തെറ്റാനും പിന്നെ കാട്ടുമൃഗങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങുന്നത് രാത്രിയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ പോയപ്പോൾ കണ്ട ആ കാട്ടാനക്കൂട്ടത്തെ വീണ്ടും കണ്ടു. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു യാത്രയുമായി നമുക്ക് പിന്നെ കാണാം.